പ്രോബ്ലത്തിന്റെ ഫീസിബിൾ സൊല്യൂഷൻ കാണാനായിട്ട് വോഗൽസ് മെത്തേഡ് കൂടെയാണ് ഇനി ചെയ്യാനുണ്ടായിരുന്നത്. സോ വോഗൽസ് മെത്തേഡ് ഇപ്പൊ നമുക്ക് ചെയ്യാം. വോഗൽസ് മെത്തേഡിന് നമുക്ക് എന്താണ് പെനാൽറ്റി കാൽക്കുലേറ്റ് ചെയ്യണം. പെനാൽറ്റി പി എന്ന് പറഞ്ഞിടുക. സോ പെനാൽറ്റി ഈസ് ഡിഫറൻസ് ബിറ്റ്വീൻ സ്മോളസ്റ്റ് ആൻഡ് നെക്സ്റ്റ് സ്മോളസ്റ്റ് എന്നാണ് പറയുന്നത്. ദ ഡിഫറൻസ് ബിറ്റ്വീൻ സ്മോളസ്റ്റ് ആൻഡ് നെക്സ്റ്റ് സ്മോളസ്റ്റ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്. അപ്പൊ അതിനകത്ത് നമ്മൾ ഡമ്മിയുടെ ഈ 0 എടുക്കില്ല കേട്ടോ. ഡമ്മിയുടെ 0 എടുക്കില്ല. സോ ഫസ്റ്റ് റോ എടുക്കുകയാണെങ്കിൽ സ്മോളസ്റ്റ് ഏതാ 3, നെക്സ്റ്റ് സ്മോളസ്റ്റ് ഏതാ 15. സോ 3ന്റെയും 15ന്റെയും ഡിഫറൻസ് എത്ര വരും? 12. സോ ആദ്യത്തെ പെനാൽറ്റി 12. ഇനി അടുത്ത റോയിൽ ഏതാ ഏറ്റവും സ്മോളസ്റ്റ് 14, അത് കഴിഞ്ഞിട്ടുള്ളത് 17. സോ 14, 17 ഡിഫറൻസ് 3. അടുത്തത് 18ഉം 27ഉം. അപ്പോൾ ഏറ്റവും ചെറുത് ഏതാ? അതിന്റെ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ 9. സെയിം തന്നെ കോളത്തില് 17, 21. അപ്പൊ എത്ര വരും? 4. അടുത്തത് 16, 18 എന്ന് പറയുമ്പോൾ 2. ഇവിടെ 1, പിന്നെ 20, 0. ഒന്നുമില്ല. ഡിഫറൻസ് ബിറ്റ്വീൻ സ്മോളസ്റ്റ് ആൻഡ് നെക്സ്റ്റ് സ്മോളസ്റ്റ് എലമെന്റ്. ഇനി ലോവസ്റ്റ് പെനാൽറ്റി കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഹയസ്റ്റ് പെനാൽറ്റി എടുക്കുക. റോയിലെയും കോളത്തിലെയും വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ഹയസ്റ്റ് പെനാൽറ്റി എടുക്കുക. അപ്പൊ ഹയസ്റ്റ് പെനാൽറ്റി ഏതാ? ഈ 20 വരും. ആദ്യം സ്മോളസ്റ്റ് ആൻഡ് നെക്സ്റ്റ് സ്മോളസ്റ്റ് എലമെന്റ്സ് തമ്മിലുള്ള ഡിഫറൻസ് ആയിട്ട് പെനാൽറ്റി എഴുതുക. പെനാൽറ്റിയിൽ ഹയസ്റ്റ് പെനാൽറ്റി എടുക്കുക. സോ ഹയസ്റ്റ് പെനാൽറ്റി ഈസ് 20. ഹയസ്റ്റ് പെനാൽറ്റിയിലെ ലോവസ്റ്റ് കോസ്റ്റ് ഏതാണ്? 3. ഹയസ്റ്റ് പെനാൽറ്റിയിലെ ലോവസ്റ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 3. സോ ഹയസ്റ്റ് പെനാൽറ്റിയുടെ ലോവസ്റ്റ് കോസ്റ്റ് 3 ആണ്. അതിന്റെ സപ്ലൈ 11, ഡിമാൻഡ് 15. എത്ര കൊടുക്കാം? 11 കൊടുക്കാം. കാരണം 11 ആണ് നമ്മുടെ കയ്യിലുള്ളൂ. സോ ഡിമാൻഡ് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? കറസ്പോണ്ടിങ് റോ വെട്ടിക്കളയുക. ഈ 15 സ്ട്രൈക്ക് ഔട്ട് ചെയ്ത് 15ന് പകരം എന്താവും? 4 ആവും. 11 പോയി, 11 എണ്ണം പോയി, ബാക്കി 4 എണ്ണം ബാക്കി. വീണ്ടും പെനാൽറ്റി കാണുക. പെനാൽറ്റി എന്ന് പറയുമ്പോൾ അടുത്തത് എന്തൊരു സ്മോളസ്റ്റ് ആൻഡ് നെക്സ്റ്റ് സ്മോളസ്റ്റ് എന്ന് പറയുമ്പോൾ 14, 17 തന്നെ 3. പിന്നെ ഇവിടെയോ 18, 27, 9. കോളം വൈസ് നോക്കുകയാണെങ്കിൽ 17, 32, 17, 17, 15 അല്ലേ? 15 ഡിഫറൻസ്. 15 ഇവിടെ 9, ഇവിടെ 4, ഇവിടെ 23, 33, 41 പറയുമ്പോൾ 18, 0. ഏത് വരും? ഹയസ്റ്റ് പെനാൽറ്റി. നമ്മൾ പെനാൽറ്റി കാൽക്കുലേറ്റ് ചെയ്തു. എന്നിട്ട് അതിനകത്തെ ഹയസ്റ്റ് പെനാൽറ്റി എടുക്കുക. ഹയസ്റ്റ് പെനാൽറ്റി വരുന്നത് ഇവിടെയാണ് 18 അല്ലെ? 18 ആണ് ഹയസ്റ്റ് പെനാൽറ്റി. ഹയസ്റ്റ് പെനാൽറ്റിയിലെ ലോവസ്റ്റ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ 23. 13ഉം 4 എത്ര കൊടുക്കും? 4. അപ്പൊ എന്തായി? ഇത് ഫുള്ള് കഴിഞ്ഞു. 4 കൊടുത്തു. ബാക്കി 13ന് പകരം ഇനി എത്രയുണ്ട്? 9. കാരണം 4 എണ്ണം നമ്മൾ കൊടുത്തു. ടോട്ടൽ 13 ഉണ്ടായിരുന്നു. സോ ബാക്കി 9. വീണ്ടും പെനാൽറ്റി കാണാം. അപ്പൊ അത് ഇവിടെ 3 തന്നെ വരും. ഇവിടെ 9 തന്നെ വരും. ഇവിടെ 15, 9, 4. ഇവിടെ ആവശ്യമില്ല, അത് പോയി. 0. ഹയസ്റ്റ് പെനാൽറ്റി എന്തോരും? 15. ഹയസ്റ്റ് പെനാൽറ്റി 15. അതിനകത്ത് ലോവസ്റ്റ് കോസ്റ്റ് 17. 9 ഡിമാൻഡ് സപ്ലൈ 9, ഡിമാൻഡ് 6. എത്ര കൊടുക്കും? 6 കൊടുക്കും. ഏത് സ്ട്രൈക്ക് ഔട്ട് ചെയ്യും? കോളം സ്ട്രൈക്ക് ഔട്ട് ചെയ്യും. ബാക്കി എത്രയുണ്ട്? 3. 9ന്ന് 6 പോയി, ബാക്കി 3. വീണ്ടും പെനാൽറ്റി കാണുക. വീണ്ടും പെനാൽറ്റി എന്ന് പറയുമ്പോൾ ഇവിടെ ബ്ലാങ്ക് 9, ഇവിടെ 4, ബ്ലാങ്ക് 0, ഇവിടെ 4, ഇവിടെ 9. ഹയസ്റ്റ് പെനാൽറ്റി 2 സ്ഥലത്ത് വന്നു അല്ലേ? ഓ ഇവിടെ 9 ഉണ്ട്, ഇവിടെ 9 ഉണ്ട്. നോക്കാം. ഹയസ്റ്റ് പെനാൽറ്റിയിൽ ലോവസ്റ്റ് കോസ്റ്റ്. ഈ 9ന് നേരെ
ലോവസ്റ്റ് കോസ്റ്റ് വരുന്നത് എത്രയാ? 18. അതിന്റെ കറസ്പോണ്ടിങ് 20ഉം 12ഉം എത്ര കൊടുക്കാൻ പറ്റും? 12 കൊടുക്കാൻ പറ്റും. അത് മനസ്സിലിരിക്കട്ടെ. 12 കൊടുക്കാൻ പറ്റും. അടുത്ത 9ന്റെ നോക്കാം. അടുത്ത 9ന്റെ ലോവസ്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് 18, 3ഉം 10ഉം 3 കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇങ്ങനെയാ വരുന്നത്. ടൈ വരുമ്പോ ഏറ്റവും കൂടുതൽ എവിടെയാണോ അലോക്കേറ്റ് ചെയ്യാൻ പറ്റണ അതെടുക്കുക. ടൈ വരുമ്പോ ഏറ്റവും കൂടുതൽ എവിടെ അലോക്കേറ്റ് ചെയ്യാൻ പറ്റൂ അതെടുക്കുക. അപ്പൊ ഇവിടെ ഈ 9 എടുക്കുമ്പോ എന്താണ്? ഈ 9ന്റെ ലോവസ്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് 18 വരും. ഈ 18ന് കറസ്പോണ്ടിങ് ആയിട്ട് 20ഉം 12ഉം ആണ്. നമുക്ക് 12 കൊടുക്കാം. മറ്റേ കേസ് നമ്മൾ എടുത്തിരുന്ന ഈ 3 എണ്ണേ കൊടുക്കാൻ പറ്റുമായിരുന്നുള്ളൂ. സോ ഹയസ്റ്റ് അലോക്കേഷൻ ഇവിടെ പോസിബിൾ ആയതുകൊണ്ട് ഈ 9 നമ്മൾ എടുക്കും. അപ്പൊ 12 കഴിഞ്ഞാൽ ബാക്കി ഇനി 8. വീണ്ടും ഇനിയിപ്പം നമുക്ക് ആകെ ഒരു കോളേ ഉള്ളൂ. അപ്പൊ ഒരു കോളേ ഉള്ളതുകൊണ്ട് പിന്നെ പെനാൽറ്റിയുടെ ആവശ്യമില്ല. ആ ഒരു കോളത്തില് ഏറ്റവും ലോവസ്റ്റ് കോസ്റ്റ് ആയ 18 എടുക്കുക. 18ന് 3ഉം 10ഉം ഉണ്ട്. സോ എത്ര കൊടുക്കാം? 3 കൊടുക്കാം. എന്നിട്ട് എന്താണ്? ഈ റോ ക്യാൻസൽ ആയി പോവും. ബാക്കി ഇവിടെ 7 ഉണ്ട്. അപ്പൊ പിന്നെ ഇനി 27 മാത്രമേ ഉള്ളൂ. അപ്പൊ അത് 27 എടുക്കുക. 27ന് 7 കൊടുക്കുക. കോളം ക്യാൻസൽ ആവും. 8 മാറി എന്താവും? 1 ആവും. ആ 1 ഇവിടെ നമ്മുടെ ഡമ്മിക്ക് കൊടുക്കുക. കാരണം ഡമ്മിയുടെ ഒരു 0 ഇവിടെ ബാക്കി കിടപ്പുണ്ട്. അപ്പൊ എല്ലാ ഡിമാൻഡും സപ്ലൈയും